ആത്മീയ പോരാട്ടം നടത്തുന്നവർ ധരിക്കേണ്ട ദൈവത്തിൻ്റെ സർവായുധ വർഗത്തെപ്പറ്റി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ വിശുദ്ധ സഭാ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ സ്ലീബയെപ്പറ്റി മദ്രാസ് ഭദ്രാസന അധിപനും ധ്യാന ഗുരുവുമായ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയൂസ് മെത്രാപ്പോലിത്ത നമുക്ക് ആത്മീയ സന്ദേശം നൽകുന്നു. വലിയ നോമ്പ് ആത്മശിക്ഷണവും പുണ്യവും നേടുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. വിനോബ ഭാവയുടെ ഭാഷയിൽ ആത്മാനുശാസൻ എന്ന് പറയും. വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സമഗ്രമായ അച്ചടക്കവും ശിക്ഷണവും പരിശുദ്ധിയും നേടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖാന്തരമാണ് നോമ്പും ഉപവാസവും. ഒരു പ്രത്യേക അർത്ഥത്തിൽ പരിശുദ്ധ സഭയിൽ ആചരിക്കപ്പെടുന്ന ഈ വലിയ നോമ്പ് ഒരു തീർത്ഥാടനമാണ്. യേശു ക്രിസ്തുവിൻ്റെ കുരിശാരോഹണം, മരണം, പുനരുത്ഥാനം എന്നീ മഹത് സംഭവങ്ങളിലേക്ക് തീർത്ഥാടകരെ എത്തിക്കുന്നതുമാണ്. പ്രത്യേകിച്ചും കുരിശ് എന്ന സങ്കല്പം പലർക്കും ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ നോമ്പിൽ അതിൻ്റെ മധ്യഭാഗത്ത് പാതി നോമ്പ് ദിവസമാണ് ദേവാലയ മധ്യത്തിൽ കുരിശ് ഉയർത്തുന്നത്. ഇതൊരു പ്രത്യേക അർത്ഥം വഹിക്കുന്ന സങ്കല്പവും അനുഷ്ഠാനവുമായി അറിയപ്പെടും. നോമ്പിൻ്റെ മധ്യത്തിൽ, ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ഉയർത്തപ്പെടുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്ലീബായെ നോക്കിക്കൊണ്ട് പണ്ട് മോശ ഇസ്രായേൽ മക്കൾ സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കെ പിച്ചള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി കുരിശാകൃതിയിലുള്ള ഒരു തണ്ടിന്മേൽ തൂക്കിയിടുകയും അതിന്മേൽ നോക്കിയവരെല്ലാം രക്ഷ പ്രാപിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയും. ഏകദേശം തത്തുല്യമായി പാളയത്തിൻ്റെ നടുവിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം പോലെ ഒരു കുരിശടയാളത്തിന്മേലാണത് തൂക്കപ്പെട്ടിരുന്നത്. നോമ്പിൻ്റെ മധ്യത്തിലും ദേവാലയ മധ്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശ് എല്ലാവർക്കും കാണത്തക്ക വിധം ഉയർത്തി വച്ചിരിക്കും. ഇത് പറയുമ്പോൾ പ്രത്യേകം ഓർമ്മയിൽ വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രസ്താവന, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകല മനുഷ്യരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇതിൻ്റെ അർത്ഥം അദ്ദേഹം കുരിശിന്മേൽ നിസ്സഹായനായി എത്രയും ക്രൂരമായി ഉയർത്തപ്പെട്ടപ്പോൾ ആ കാഴ്ച പരമദയനീയവും ആണ്. മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല എന്തുകൊണ്ടാണ് നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഇപ്രകാരം ക്രൂരമായി വധിക്കപ്പെട്ടത്. ഒട്ടും ആകർഷകത്വം തോന്നുന്നതല്ല അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ നില. എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും, ഞാൻ ഭൂമിയിൽ നിന്ന് കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ. ആ കഥ കുരിശിൻ്റെ സാരാംശവും അതിൻ്റെ അർത്ഥവും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. സ്നേഹം, ധൈര്യം, വിശ്വാസം, പ്രതിഷ്ഠ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് അനവരതം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശ്. അത് പേടിച്ചോടുന്നതല്ല, അധർമ്മവുമായി സന്ധിയുണ്ടാക്കുന്നതല്ല, ധർമ്മത്തിനും നീതിക്കും സത്യത്തിനും വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും മരണം, സാത്താൻ, പാപം എന്നിവയ്ക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം നേടുകയും ചെയ്തു എന്ന വിജയഗാഥയാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശിലൂടെ വ്യക്തമായി തീരുന്നത്. ഇന്നും ദേവാലയ മധ്യത്തിൽ പാതി നോമ്പിൽ കുരിശ് ഉയർത്തപ്പെടുമ്പോൾ മനുഷ്യ ഹൃദയത്തിൽ, മനുഷ്യ ജീവിതത്തിൻ്റെ മധ്യത്തിൽ, ജീവിതത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് തന്നെ യേശുക്രിസ്തുവിൻ്റെ കുരിശ് ഉയർത്തി നാട്ടപ്പെടുന്നു എന്നത് വിസ്മരിച്ചുകൂടാ. മനുഷ്യ മനസ്സിൽ, മനുഷ്യ ആയുസ്സിൽ, മനുഷ്യൻ്റെ സ്വപ്നങ്ങളിൽ, ചിന്തകളിൽ, തീരുമാനങ്ങളിൽ മധ്യഭാഗത്ത് നിൽക്കേണ്ടത് വിജയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ധർമ്മനിഷ്ഠയുടെയും അടയാളമായി ശിരസുയർത്തി നിൽക്കുന്ന കുരിശാണ് എന്നത് നമുക്കെന്നും ഒരു പാഠമായിരിക്കട്ടെ. ആദിനോമ്പിൻ്റെ നാളിൽ കുരിശുയർത്തുമ്പോൾ മുഴുവൻ കണ്ണുകളും യേശു ക്രിസ്തുവിൻ്റെ മേലും അദ്ദേഹം തൂങ്ങിയ കുരിശിന്മേലുമാണ് പതിഞ്ഞിരിക്കുന്നത്. ഇത് നൽകുന്ന വിശേഷാൽ സന്ദേശം സഹനത്തിലൂടെ വിജയം, അധർമ്മവുമായി സന്ധിയുണ്ടാക്കാതെ, അധർമ്മവുമായി സന്ധിയില്ലാതെ സമരം ചെയ്ത് ധർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എന്നും കുരിശ്.
ഈ സന്ദേശം എതിരാളികളെ നിഹനിക്കുന്നതിന് വേണ്ടിയല്ല. എന്നാൽ അസത്യവും അധർമ്മവുമായി തുടരെ യുദ്ധം ചെയ്യുകയും സഹനം ആയുധമായി സ്വീകരിച്ചുകൊണ്ട് അന്തിമമായി വിജയം നേടുകയും ചെയ്യുന്നു എന്നതാണ് കുരിശിൻ്റെ അർത്ഥവും ചരിത്രവും സാരാംശവും. ഇന്ന് നമ്മുടെ ദൃഷ്ടിയിൽ ഊട്ടിയുറപ്പിക്കേണ്ട ചിന്ത പാപം, മരണം, സാത്താൻ എന്നീ നിത്യശത്രുക്കൾക്കെതിരായി യേശുക്രിസ്തു കുരിശ് മുഖാന്തരം, കുരിശ് സഹിച്ചതിലൂടെ, കുരിശിൽ മരിച്ചതിലൂടെ വിജയം നേടിയിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. അപ്പൊ അവരിന് വേണ്ടി സഹിക്കുന്നതിന് തയ്യാറാകുന്നത് കുരിശിൻ്റെ പ്രാണനും ആത്മാവുമാണ്. ഈ ചിന്ത നാം കാത്തു സൂക്ഷിക്കണം. സ്നേഹത്തിലും ധൈര്യത്തിലും സഹനത്തിലുകൂടെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി സ്വയം ഉരുകി ഇല്ലാതാകുന്നതും മരിച്ചു വീഴുന്നതും ഈ കാരണത്താൽ തന്നെ വിലയുള്ളതായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ മാനിക്കുന്നവർ യേശുക്രിസ്തുവിനെയാണ് മാനിക്കുന്നത്. കുരിശിനെ നാം വന്ദിക്കുമ്പോൾ ഒരു തടിക്കഷണത്തെ അല്ല, അതെന്തിനു വേണ്ടി നിലകൊണ്ടോ അതിൽ മരിച്ച ആളിനെയും യേശുക്രിസ്തുവിൻ്റെ മരണക്കിടക്ക എന്ന് പറയുന്ന കുരിശിനെയുമാണ് ആദരിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് പ്രധാന ധ്യാന വിഷയം യേശുക്രിസ്തുവിൻ്റെ കുരിശും അദ്ദേഹത്തിൻ്റെ കുരിശു മരണവുമാണ്. ഈ ധ്യാന വിഷയം മുമ്പിൽ വെച്ചുകൊണ്ട് കുരിശിനെ ആരാധിക്കുകയും അതിൽ അന്തർലീനമായിരിക്കുന്ന പ്രധാന സന്ദേശം സ്വാംശീകരിക്കുകയും അത് മനുഷ്യ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ ഈശ്വരൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം മുന്നം നിന്നാഗമനം ചൊല്ലിയ നൽനിധിയരോടൊപ്പം പീഡകളേറ്റ സഹദാമൗദ്യാനരുമോപ്പം മഹിതന്മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഇവരൊപ്പം ദീപമെടുത്തോരഞ്ചറിവേറിയ നാരികളൊപ്പം വിശ്വാസത്താൽ പറുദീസ നീയരുളിയ മോഷ്ടാവൊപ്പം അനവരത സ്തുതി തൽപരരാ അംബരദൂതന്മാർ